രാജ്യത്ത് E20 വിപ്ലവത്തിന് കളമൊരുങ്ങുന്നതിനിടെ E20 പെട്രോൾ ഉപയോഗിച്ചാൽ BS3 വാഹനങ്ങൾ കേടുവരുമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. 2005-നും 2016-നും ഇടയിൽ പുറത്തിറങ്ങിയ വാഹനങ്ങളുടെ റബ്ബർ ഭാഗങ്ങളും ഗ്യാസ്കറ്റും മാറ്റേണ്ടി വന്നേക്കാം. ഇരുചക്ര വാഹനങ്ങളുടെയും കാറുകളുടെയും എഞ്ചിനുകളിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്നും മന്ത്രി അറിയിച്ചു. രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വാഹനങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് ആദ്യം മുതൽ അവകാശപ്പെട്ട കേന്ദ്ര സർക്കാർ ഒടുവിൽ പ്രശ്നമാണെന്ന് തുറന്നു സമ്മതിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാട് മാറ്റം ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് തുല്യമാണോ? കാണാം RD എക്സ്ട്രാ. 2005 ഏപ്രിൽ 1-നും 2016-നും ഇടയിൽ നിർമ്മിച്ച വാഹനങ്ങളിൽ E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കേടുപാടുകൾ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. റബ്ബർ ഭാഗങ്ങളും എഞ്ചിൻ ഗ്യാസ്കറ്റുകളും മാറ്റേണ്ടി വന്നേക്കാം. എന്നാൽ പതിവ് സർവീസിനിടെ ഈ ഭാഗങ്ങളെല്ലാം മാറ്റാമെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രാജ്യസഭയെ അറിയിച്ചു. E20 പെട്രോൾ ഉപയോഗിച്ചാൽ മൈലേജ് കുറയുമെന്ന വാദത്തെ ന്യായീകരിക്കാനും ഗഡ്കരി മറന്നില്ല. E20 മാത്രമല്ല, ഡ്രൈവിംഗ് ശൈലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും മൈലേജിനെ ബാധിക്കുമെന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞു. അതേസമയം E20 പെട്രോളിനെതിരായ പ്രതിഷേധം രാജ്യത്ത് കനക്കുകയാണ്. CJP മാതൃകയിൽ രൂപം കൊണ്ട E20 ജനതാ പാർട്ടിക്ക് വലിയ പിന്തുണയാണ് സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്നത്. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ 5.5 ലക്ഷത്തിലധികം ആളുകളാണ് E20 ജനതാ പാർട്ടിയെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നത്. AAP നേതാവ് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ കൂട്ടായ്മയെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. വിമർശനം കനക്കുമ്പോഴും E20 പെട്രോൾ രാജ്യവ്യാപകമായി നടപ്പാക്കുന്നതിൽ നിന്ന് പിന്നാക്കം പോകില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. RD എക്സ്ട്രാ, ന്യൂസ് മലയാളം. ഈ 2015 വരെയുള്ള വാഹനങ്ങൾക്ക് സനീഷെ കുഴപ്പമുണ്ട് എന്നിപ്പോൾ പെട്രോളിയം മന്ത്രി തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അദ്ദേഹം അതിനെ പരമാവധി ലഘൂകരിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ കൂടി സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വിഷയം തന്നെയാണത്. കാരണം ഇതെല്ലാം കൊണ്ട് പെട്രോളിനെങ്ങാനും വില കുറച്ച് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള അവസ്ഥയിലുള്ളപ്പോൾ ഈ സമീപ രാജ്യങ്ങളിലെല്ലാം ഉള്ളതിനേക്കാൾ കൂടുതൽ പെട്രോളിന് വിലയും കൊടുക്കണം. ഒപ്പം ഈ പെട്രോൾ അടിച്ച് കൊണ്ടു നടക്കുന്ന വണ്ടിയുടെ കാര്യം പോക്കാണ് താനും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നല്ലേ വിശദീകരിച്ചത്. നിശ്ചയമായിട്ടും ഇത് പല നിലക്കും ബുദ്ധിമുട്ടാണിത് എന്നിപ്പോൾ ഇതിനകം വ്യക്തമായല്ലോ. അപ്പോൾ ഇന്നലെ റഹീം MP ചോദിച്ച ചോദ്യത്തിനാണ് മറുപടിയായിട്ടാണ് അവിടെ നിന്ന് ഉത്തരം വന്നത്. അതായത് തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് വാഹനങ്ങൾക്ക് എന്ന്. പിന്നീട് പക്ഷേ ഒന്നുകൂടെ മലക്കം പറഞ്ഞിട്ട് അതിനെ ഒന്ന് മയപ്പെടുത്താനുള്ള ശ്രമം കൂടെ ആ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഉണ്ടാകുന്നതെല്ലാം E20 പെട്രോൾ ഉപയോഗിച്ചതുകൊണ്ടാണ് എന്ന് പറയാനാകില്ല എന്നുകൊണ്ടൊന്ന് പറഞ്ഞിട്ട് ടിപ്പണിയൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്ന യഥാർത്ഥത്തിൽ ഇപ്പോൾ എഥനോൾ ലിറ്റർ എത്രയാണ്? എഥനോൾ പെട്രോളിന് 71 രൂപയാവും. നമ്മൾ വിചാരിച്ചത് വളരെ താഴെ ഒരു ലിറ്ററിന് കിട്ടുമെന്നാണ്. 71 രൂപ. പെട്രോളിന് അതിനേക്കാൾ വില കൂടും, ഈ എഥനോളിന് മാത്രം 71 രൂപ. അതെ, എന്ന് വെച്ചാൽ ഇതിന് വ്യത്യാസമില്ല എന്നല്ല വന്നിപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇന്ധനത്തെക്കാൾ കൂടുതലാകുമോ എന്ന സംശയവും കൂടെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ പക്ഷേ സർക്കാർ പറയുന്നത്, ഇപ്പോൾ സർക്കാർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ധനത്തിന് വില കുറക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് എന്തിനാണ്? അതായത് കർഷകരെ സഹായിക്കാനാണ്. പിന്നെ ഇത് നിർമ്മാതാക്കൾക്ക്, അതായത് ഈ പറയുന്ന എഥനോൾ നിർമ്മാതാക്കൾക്ക് കൂടുതൽ നല്ല വില കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തിന്മേലുള്ള നമ്മുടെ ഡിപ്പെൻഡൻസ് കുറക്കാൻ. ഇപ്പോൾ നമ്മൾ പുറം രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനുള്ള, അപ്പോൾ ഈ ഇന്ധനങ്ങളുടെ മേലുള്ള രാജ്യത്തിൻ്റെ ഡിപ്പെൻഡൻസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ സുരേഷ് ഗോപി പറഞ്ഞു എന്നാണ് ബിസിനസ് ടുഡേ റിപ്പോർട്ട് ചെയ്തത്. സുരേഷ് ഗോപി അവിടുത്തെ ആ മന്ത്രാലയത്തിലെ സഹമന്ത്രിയാണല്ലോ, അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടത്. എന്ന് വെച്ചാൽ ഗ്ലോബൽ ഓയിൽ ഷോക്കിൽ നിന്ന് രക്ഷിക്കാൻ, എന്ന് വെച്ചാൽ പെട്ടെന്ന് വില ഇങ്ങനെ മാറി മാറി വരുമ്പോൾ നമുക്ക് ആകെപ്പെട്ടൊരു പരവേശം ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നാണ്. അത് ദീർഘകാലത്തേക്കുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ലോങ് ടേമിലേക്കുള്ള ഞങ്ങളുടെ സ്ട്രാറ്റജിക് മൂവ്മെൻ്റ് ആണ് എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഈ മന്ത്രാലയവും പറയുന്നത്. ഇപ്പം ലോങ് ടേമിൽ ആളുകൾ മരിച്ചു പോകും എന്നാണല്ലോ പണ്ട് മൻമോഹൻ സിംഗ് ഇതുപോലൊരു സമാനമായ സാഹചര്യത്തിൽ ഉദാഹരിച്ചിരുന്നത്. ലോങ് ടേം സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഘട്ടത്തിൽ പെട്രോളിൻ്റെ വില ആദ്യം ഇതായിരുന്നില്ലല്ലോ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് എന്താണ്? ആദ്യം പറഞ്ഞ ഈ കാറുകൾക്കൊക്കെ ഈ ഒരുപാട് വിലയും കുറയും, ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇപ്പോൾ പണം മറ്റു ഇന്ധനത്തിൻ്റെ പണം തന്നെ കൊടുക്കുകയും വേണം. വാഹനങ്ങൾക്ക് തകരാറ്, നമ്മുടെ നാട്ടിൽ ഈ വാഹനം വാങ്ങുന്ന ആളുകൾ ഞങ്ങളുടെ വാഹനത്തിൽ എന്തെങ്കിലും പരീക്ഷണം നടന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളല്ലല്ലോ. ജീവിതത്തിൽ ഒരേ ഒരു വാഹനം മാത്രം വാങ്ങുന്ന മനുഷ്യരുണ്ട് ഇല്ലേ? ഒരേ ഒരു വാഹനം വാങ്ങിയിട്ട് 10-20 വർഷം ഓടിച്ചിട്ടാണ് പിന്നൊരു ലോണൊക്കെ എടുത്തിട്ട് അടുത്ത വാഹനം വാങ്ങുന്ന ആളുകളാണ്. അവരുടെ വാഹനത്തിന്മേലാണ് ഈ പരീക്ഷണം എന്ന് ഓർക്കണം. ഇവരുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന്, ഇവരുടെ സ്ട്രാറ്റജിക്കായിട്ടുള്ള മൂവ്മെൻറ്റ്, ഇവരുടെ കർഷകരെ സഹായിക്കൽ, നിർമ്മാതാക്കളെ സഹായിക്കലിനെല്ലാം വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി, എനിക്കെൻ്റെ വണ്ടിയല്ലേ ഉള്ളൂ, എൻ്റെ വണ്ടീൻ്റെ മുകളിൽ ഈ പറയുന്ന ഭാരതത്തിൻ്റെ രാജ്യത്തിൻ്റെ ആകപ്പാടെ ഭാരം കൊണ്ടുവന്ന് വെക്കുന്നത് ഏത് സാധാരണക്കാരനാണ് പറ്റുക? ആ നിലക്കാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. എത്രയോ വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടായി ഇപ്പോൾ, പക്ഷേ ഇല്ല, അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ എന്നെ ഭയപ്പെടുന്ന കാര്യം, ഞാനതെല്ലാം വായിച്ചപ്പോൾ ഉണ്ടായത്,
പിന്നെ അദ്ദേഹം ഈ കേന്ദ്ര സർക്കാർ ഒരു കാര്യം കൂടി പറയണ്ട കേട്ടോ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഇങ്ങനെയെങ്കിലും മാറിയത് കൊണ്ടാണ്, ഈ 15-ഉം ഈ 20-യും ഒക്കെ ആയിട്ട് ഇങ്ങനെയെങ്കിലും മാറിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് ഉണ്ടായ സമയത്ത് നമ്മുടെ ഇന്ധനത്തിന് 125 രൂപയായതിന് അത്ര ആകാതിരുന്നത് ഈ കാര്യത്തിലേക്ക് പോയത് കൊണ്ടാണെന്ന് കൂടെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആർക്കറിയാം. ഇതിനകത്ത് ഒരു കാര്യം എന്നെ ഭയപ്പെടുത്തി എന്താണെന്ന് വെച്ചാൽ അതും എക്കണോമിക് ടൈംസോ ഏതൊരു പത്രം വിശദമായിട്ട് ലേഖനം എഴുതിയിട്ടുണ്ട്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എഥനോൾ ഡിസ്റ്റിലറികൾക്ക് അരി വില കുറച്ച് വിറ്റു എന്നൊരു കാര്യം കൂടെ, അതും കേന്ദ്ര സർക്കാർ തന്നെ മറുപടി കൊടുത്താണ് കേട്ടോ, റിട്ടേൺ ആയിട്ട് മറുപടി കൊടുത്താണ് രാജ്യസഭയിൽ. ഭക്ഷ്യ പൊതുവിതരണ സഹമന്ത്രി നിമു ബെൻ ജയന്തിഭായ് ബംഭാനിയ, ആ മന്ത്രിയാണ് അശോക് സിംഗ് MP ക്ക് മറുപടി നൽകിയത്. അതായത് ഞാനത് വിശദാംശം പറയാം. അതായത് കിൻഡലിന് 2250, 2320 രൂപ കണക്കിലാണ് ഫുഡ് കോർപ്പറേഷൻ ഇന്ത്യ അവരുടെ കൈവശമുള്ള അരി ഈ ഡിസ്റ്റിലറികൾക്ക് വിറ്റത്. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവറേജ് വില 3720, 3889 രൂപയാണ്. 3720 മുതൽ 3889 രൂപ വരെയാണ് ഒരു കിൻഡൽ അരിക്ക് ഫുഡ് കോർപ്പറേഷൻ, അതായത് എക്വിസിഷൻ കോസ്റ്റ് എന്ന് വെച്ചാൽ ഈ കർഷകരിൽ നിന്ന് ശേഖരിക്കുക, അത് സൂക്ഷിച്ചു വെക്കുക, അതിൻ്റെ ഗതാഗതം ഇതെല്ലാം ചേർത്തിട്ട് 3720 മുതൽ 3889 രൂപ വരെ പിന്നെ ക്വിൻ്റലിനുള്ള അരി ഇവർ ഈ കമ്പനികൾക്ക് വിറ്റത് 2250 മുതൽ 2320 രൂപ വരെ വിലക്കാണെന്ന് ആലോചിക്കുമ്പോൾ എത്ര വ്യത്യാസത്തിലാണ് ഈ മനുഷ്യരുടെ ഭക്ഷണമാക്കുന്ന അരി അങ്ങോട്ട് എഥനോൾ ഉണ്ടാക്കാൻ കൊടുത്തിരിക്കുന്നതെന്ന് ഓർക്കണം. എനിക്കിപ്പോഴും ഇത് എനിക്കറിയില്ല, ഇതിൻ്റെ വിദഗ്ധരെല്ലാം പറയുന്ന അരി ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്നത് ഗുണകരമാണ്. ഒരു കേന്ദ്ര സർക്കാർ അങ്ങനെ ചാടിച്ചെന്ന് ആളുകളുടെ ഭക്ഷണം എടുത്തിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുമോ എന്ന കാര്യമൊക്കെ പരിഗണിക്കുമ്പോൾ പോലും എനിക്ക്, നമ്മൾ അരി ഭക്ഷണം കഴിക്കുന്ന ആളല്ലേ, അവിടെയുള്ള ഗോതമ്പല്ലല്ലോ നമ്മുടെ അരി. അപ്പോൾ അരി എടുത്തിട്ട് എഥനോൾ ഉണ്ടാക്കാൻ കൊടുക്കുകയും 3800 രൂപയുള്ള അരി 2500 രൂപക്ക് അവർക്ക് വിറ്റിട്ട് അത് കൊണ്ടുപോയിട്ട് ഈ പറയുന്ന പരിപാടിയാക്കുകയും എഥനോൾ ഇന്ധനമാക്കുക, ആ ഇന്ധനം കൊണ്ടുവന്നിട്ട് അടിച്ചിട്ട് കാർ നശിച്ചു പോവുകയും എന്നിട്ട് എന്നാൽ ആ ഇന്ധനത്തിന് വില ഇപ്പോൾ ഉള്ളത്രക്ക് തന്നെ ആയിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു ഡാർക്കായിട്ടുള്ള സീനല്ലേ. ഇതിനകത്ത് എന്താ പോസിറ്റീവായിട്ട് കാണുന്നത് എനിക്ക് മനസ്സിലായില്ല. ഭാവിയിൽ പിന്നെ ഈ അറബ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇന്ധനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല, നമ്മുടേത് മാത്രമായിട്ട് അരി കൊണ്ടുണ്ടാക്കിയ എഥനോൾ പിന്നെ ഇന്ധനം ഉണ്ടാകും എന്ന് പറയുന്ന ഭാവിയിൽ, ഏത് ഭാവിയിൽ, ഇൻ ദ ലോങ് റൺ ഓൾ അങ്ങനെ എന്തോ അല്ലേ, മരിക്കും, എല്ലാവരും മരിച്ചു പോകും, മനുഷ്യരെല്ലാം മരിച്ചു പോകും. പക്ഷേ ഇപ്പോൾ ജീവിക്കുന്ന ആളുകൾക്ക് ഇത്രയും പ്രയാസം കൊടുത്തിട്ട് ഈ കാര്യം ചെയ്യുന്നത് വേണ്ട പഠനം നടത്തിയിട്ട് തന്നെയാണോ എന്ന സംശയം എൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. എനിക്കെപ്പോഴും ഈ കേന്ദ്ര സർക്കാരിനെ ഇത്തരം വലിയ കാര്യങ്ങൾ എടുക്കുമ്പോഴുള്ള പേടി, എൻ്റെ മനസ്സിൽ മറക്കാത്ത കാര്യം ഈ നോട്ട് നിരോധനമാണ്. അതായത് അദ്ദേഹം മോദിജി പറഞ്ഞത് രാജ്യത്തിന് ആകെപ്പാടെ ഭയങ്കര ഗുണകരമായ കാര്യമാണെന്ന്. എത്ര മനുഷ്യർ സഹിച്ചു, എത്ര മനുഷ്യർ സ്വന്തം ശരീരത്തെ സഹിച്ചു, എത്ര മനുഷ്യർ മരിച്ചു, എത്ര മനുഷ്യരുടെ ജീവിതം ദീർഘകാലത്തേക്ക് പ്രശ്നത്തിലായി, എത്ര മനുഷ്യരുടെ സാധാരണ ജീവിതം അട്ടിമറിഞ്ഞു പോയി. ഇപ്പോൾ ഈ സർക്കാരുകൾ 12 വർഷം ഭരിക്കുകയാണ്. ഓരോ വർഷത്തെയും നരേന്ദ്രമോദി സർക്കാർ അവരുടെ വാർഷിക കണക്കെടുപ്പ് എടുക്കുമ്പോൾ എവിടെയെങ്കിലും നോട്ട് നിരോധനം ഞങ്ങളുടെ നേട്ടമാണെന്ന് പറഞ്ഞു കാണാറുണ്ടോ? ഏതെങ്കിലും BJPക്കാർ വാട്സാപ്പിലൂടെയും മറ്റോ അയക്കുന്ന ടെക്സ്റ്റിൽ നോട്ട് നിരോധനം കൊണ്ട് ഞങ്ങളിതാ ഇങ്ങനെ ഉണ്ടാക്കി, ഇത്ര മെച്ചം ഉണ്ടാക്കി എന്ന് പറയുന്ന കേൾക്കാറുണ്ടോ? ഇല്ലല്ലോ. പാവപ്പെട്ട മനുഷ്യർ രാജ്യത്തെല്ലായിടത്തും പ്രശ്നത്തിലായിപ്പോയി. നരേന്ദ്രമോദിജിക്ക് തന്നെയും സ്റ്റേജിൽ കയറി നിന്നിട്ട് എന്നെ പച്ചക്ക് കത്തിച്ചോളൊന്ന് കരയേണ്ടി വന്നു അല്ലേ. അദ്ദേഹത്തിൻ്റെ അമ്മ പിന്നെ ഈ പ്രശ്നങ്ങളുണ്ടായപ്പോൾ നോട്ട് നിരോധനം പ്രശ്നമല്ലാന്ന് ലോകത്തോട് പറയാനായിരിക്കണം, അത് അവർ പിന്നെ നോട്ട് വാങ്ങാനും മറ്റു ATM-ലും ബാങ്കിലും ഒക്കെ പോയി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അവരിലൂടെ വാർത്ത പുറത്തേക്ക് വന്നു. അവർ പറഞ്ഞിട്ടല്ല, പക്ഷേ മാധ്യമങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ അത്രമാത്രം പ്രയാസം അദ്ദേഹത്തിൻ്റെ മാതാവ് പോലും അനുഭവിക്കുന്ന തരത്തിലേക്ക് ഈ പ്രശ്നം ഇപ്പം പക്ഷേ ആ സർക്കാരിൻ്റെ റെക്കോർഡിൽ എവിടെയുമില്ല ഞങ്ങളിതാ ഇത്രയും ഗംഭീര നേട്ടം ഉണ്ടാക്കുന്നു. അപ്പോൾ ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് വിഷമിച്ചിട്ടുണ്ട്, ഹർഷം വിഷമിച്ചിട്ടുണ്ട് ഇല്ലേ. പൈസ ഇങ്ങനെ ഇല്ലാണ്ടായി പോയതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പ്രചണ്ഡമായിട്ട് വേണ്ട പഠനം നടത്താത്ത വിധം ഇങ്ങനെയൊക്കെ ചെയ്ത് പാവപ്പെട്ട സാധാരണ മനുഷ്യർ ബുദ്ധിമുട്ടിലാകുന്ന ഒരു ഏർപ്പാട് ഇവർ നേരത്തെ നടത്തിയിട്ടുണ്ടല്ലോ നമ്മുടെ കേന്ദ്ര സർക്കാർ എന്ന് ആലോചിക്കുന്ന ആളുകൾക്ക് ഒരു വിറ എഥനോളിൻ്റെ കാര്യത്തിൽ വരും. എനിക്ക് അരിയൊക്കെ ഇങ്ങനെ വില കുറച്ചിട്ട് കൊടുക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പം അല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ ആവശ്യത്തിന് ഭക്ഷണം കിട്ടാതെ FCIയുടെ ഗോഡൗണുകളിൽ അരിയും ഭക്ഷണ സാധനങ്ങളും കെട്ടിക്കിടക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യരുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അതിൻ്റെ കൂടെ നമ്മുടെ ശേഖരിക്കപ്പെട്ട അരി ഇങ്ങനെ ഒരു കാര്യത്തിന് കൂടെ പോകുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന നേട്ടം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ വണ്ടികൾക്ക് ദോഷം ഉണ്ടാകുന്നുണ്ടെന്ന് സഭയിൽ തന്നെ അറിയിക്കുന്നു ആളുകൾ. ഇത് ദീർഘകാലത്തേക്കുള്ള ഒരു സ്ട്രാറ്റജിക് പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇതുകൊണ്ട് നേട്ടം ഉണ്ടാകുന്നില്ല എന്നുള്ള നമ്മുടെ ബേജാറിനെ ഇവർ സാധൂകരിക്കുകയും കൂടെ ചെയ്യുമ്പോൾ ശരിക്കും ഭയപ്പെടേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായും. കാരണം ഇതിനൊരു വല്ലാത്ത തിടുക്കം കാണിച്ചു ഇത് എന്നുള്ളതാണ്. 5 വർഷം നേരത്തെ നമ്മളിതൊക്കെ നടപ്പാക്കി പദ്ധതി ഇട്ടതിനേക്കാൾ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഒരു മേനി നടിക്കുകയായിരുന്നു സർക്കാർ ഒരു ഘട്ടം വരെ ചെയ്തതെങ്കിൽ ഇതിൻ്റെ ആശങ്ക ജനങ്ങൾക്ക് അത്രമേലുണ്ട് എന്നുള്ളത് ആ ഘട്ടത്തിലൊന്നും സർക്കാർ തിരിച്ചറിഞ്ഞുമില്ല എന്നുള്ളതാണ്.
ഈ അത്ര തിടുക്കപ്പെട്ടത് എന്തിനാണ് എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പലപ്പോഴും ഈ ആരോപണങ്ങളൊക്കെ ഗഡ്കരിയുടെ കുടുംബത്തിലേക്കും മക്കളിലേക്കും ഒക്കെ ചെന്ന് നിൽക്കുന്നത്. അത് ഗഡ്കരി പറഞ്ഞ ഒരു കണക്ക് ശരിയാണ്. കാരണം ഈ മൊത്തം എത്തനോൾ ഉൽപ്പാദനത്തിൻ്റെ ഒരു നിസ്സാര ശതമാനമാണ് കുടുംബത്തിൽ, പക്ഷേ കിട്ടിയ നേട്ടം കുടുംബത്തിനും കിട്ടിയല്ലോ എന്നുള്ളത് ഒരു വാസ്തവമാണല്ലോ. അപ്പോൾ ഈ തീരുമാനങ്ങൾ ഇതിനകത്ത് ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. കാരണം അദ്ദേഹം ഈ കേന്ദ്രമന്ത്രിയായിരുന്നുകൊണ്ട് ഈ നടപടിക്രമങ്ങളിൽ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഘട്ടത്തിൽ അതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന മക്കളുള്ളപ്പോൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുള്ളപ്പോൾ അവരെ നേട്ടം ഉണ്ടാക്കില്ലേ എന്നുള്ള പ്രശ്നം ഉണ്ട്. അപ്പോൾ എന്നാലും അതൊക്കെ വിട്ടുകളഞ്ഞാലും ജനങ്ങളുടെ ആശങ്കയുണ്ടല്ലോ. സുരേഷ്, ഇതിപ്പോൾ 23 കോടിയോളം വാഹനങ്ങളാണ് ഈ നിലയ്ക്ക് ആശങ്കപ്പെടുന്ന അവസ്ഥയിലുള്ളത്. ഈ പറഞ്ഞ 2003 മുതൽ 2015 എന്ന് അദ്ദേഹം ചുരുക്കി കാണിച്ചെങ്കിലും ഈ വാഹന മേഖലയിലുള്ളവരെല്ലാവരും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം 2023 വരെയുള്ള വാഹനങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാകും എന്ന് തന്നെയാണ്. 2023 വരെയുള്ള വാഹനങ്ങൾ കുറഞ്ഞ പക്ഷം 37 വരെയെങ്കിലും ഓടിക്കേണ്ട വാഹനങ്ങൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങൾക്കെല്ലാം ഈ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അത് ഇനി അങ്ങോട്ട് ഇത് സഹിച്ചേ മതിയാകൂ എന്നുള്ള ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് ആശങ്കാജനകമാണ്. പിന്നെ നിസ്സാരമായി പറയാവുന്നതല്ല ഈ റബ്ബർ ഭാഗങ്ങളിൽ ചെറിയ പ്രശ്നം ഉണ്ടാകും എന്നുള്ളത്. റബ്ബർ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വണ്ടിയുടെ തീപിടുത്തത്തിനും പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണമാകുന്നത് പലപ്പോഴും. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല, അതങ്ങനെ ലളിതവൽക്കരിച്ച് പോകാൻ കഴിയില്ല. അതും 1ഉം 2ഉം അല്ല, 10-23 കോടി വാഹനങ്ങൾ ഈ നിലയ്ക്ക് രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെ അങ്ങനെ നിസ്സാരവൽക്കരിച്ച് പോകാൻ കഴിയില്ല. അപ്പോൾ ഈ കാറുകളും ബൈക്കുകളും ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം ഇത് ഈ നിർണായക ഘട്ടമെത്തിയപ്പോൾ വലിയൊരു പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് തോന്നുമ്പോൾ ആം ആദ്മി പാർട്ടി അതിന് ആളുകളെ ഒത്തുചേർക്കുന്നു. CJP നേരത്തെ പ്രഖ്യാപിക്കുന്നു ഇതിനെതിരെ ഒരു പ്രക്ഷോഭം ഉണ്ടാകുന്ന മട്ടിൽ. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇത് രണ്ടും കർഷകരെയും വാഹന ഉടമകളെയും രണ്ടാക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ഏറ്റവും ആശങ്കയുള്ള ആർക്കാണ്? സാധാരണ പാവപ്പെട്ട ടാക്സി ഡ്രൈവർമാർക്ക്, ഓട്ടോറിക്ഷക്കാർക്ക് ഒക്കെയാണ് ഏറ്റവും വലിയ ആശങ്കയുള്ളത്. അവരെയെല്ലാം ഒരു പക്ഷത്ത് നിർത്തുക, കർഷകർ മറുപക്ഷത്ത്, എന്നിട്ട് അപ്പോൾ പിന്നെ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തെ വലിയ മുന്നേറ്റമാവാതെ അല്ലെങ്കിൽ വലിയ പ്രതിഷേധമാവാതെ തണുപ്പിക്കാമെന്നുള്ള തന്ത്രം ഇപ്പോൾ പ്രയോഗിക്കുന്നുണ്ട്. ഈ ഇത് സംബന്ധിച്ച് കണ്ടന്റ് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെതിരെയൊക്കെ കേസുകൾ പോകുന്നുണ്ട്, മാനനഷ്ട കേസൊക്കെ കൊടുക്കുന്നുണ്ട് വലിയ പൈസയൊക്കെ ചോദിച്ചിട്ട്. ഇങ്ങനെ ബഹുമുഖ തന്ത്രം ആ നിലയ്ക്ക് ഇനിയൊരു പ്രക്ഷോഭം ഉണ്ടാകാതെ അതിനെ തണുപ്പിക്കാൻ പ്രയോഗിക്കുകയാണ്. ഇപ്പുറത്ത് നേരത്തെ ഈ വിദ്യാർത്ഥികളുടെ നീറ്റ് സമരം ഉണ്ടായ സമയത്തും ഉണ്ടായിരുന്നു അത്. അതായത് റിസർവേഷനെതിരെ പെട്ടെന്നൊരു മുന്നേറ്റം, റിസർവേഷൻ സംവരണം വേണ്ട എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ മണ്ഡൽക്കാലത്ത് ഉണ്ടായിരുന്ന മുന്നേറ്റം പോലെ ഒരു സംവിധാനം, ഒരു സോഷ്യൽ മീഡിയ പേജൊക്കെ വന്നിട്ട് റിസർവേഷനെതിരെ വലിയ പ്രചാരണം. ഈ റിസർവേഷനെതിരെ അതെന്താണ്, ഈ സമരരംഗത്തുള്ള വിദ്യാർത്ഥികളെ ഭിന്നിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അത് നടന്നില്ല. ഇതെന്താവും എന്നുള്ളത് കണ്ടറിയാം. E20 പെട്രോൾ വാഹനങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ ഉയർന്ന വിമർശനമായിരുന്നു. എന്നാൽ അപ്പോഴെല്ലാം ഇതിനെ അവഗണിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്തിരുന്നത്. വ്യക്തമായ പഠനം നടന്നുവെന്നും പ്രശ്നങ്ങളൊന്നുമില്ലെന്നുമായിരുന്നു അന്നത്തെ വിശദീകരണം. എന്നാൽ ഇപ്പോൾ നിതിൻ ഗഡ്കരി തന്നെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതോടെ ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. എന്തായാലും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുമെന്ന തിരിച്ചറിവിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ E20യുമായി വന്നത് എന്ന് കൂടുതൽ വ്യക്തമായിരിക്കുന്നു. E20 പെട്രോൾ കാരണം ഉണ്ടാകുന്ന കേടുപാടുകൾക്ക് ആര് നഷ്ടപരിഹാരം നൽകും എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതേസമയം 20% എത്തനോൾ ഉള്ള പെട്രോളിന് 1 രൂപ പോലും കുറയ്ക്കാനും കേന്ദ്രം ഈ നിമിഷം വരെ തയ്യാറായിട്ടുമില്ല. ചുരുക്കി പറഞ്ഞാൽ വില കൂട്ടി എത്തനോളുള്ള പെട്രോൾ വാങ്ങുകയും അത് കാരണം വാഹനങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾക്ക് നമ്മുടെ പണം ചെലവഴിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം. തൽക്കാലം ഈ സാഹചര്യം സഹിക്കുകയേ നിവൃത്തിയുള്ളൂ എന്നതാണ് അവസ്ഥ. നമുക്ക് തൽക്കാലം ഇന്നത്തെ RDX ഇവിടെ അവസാനിപ്പിക്കാം. ഗുഡ് നൈറ്റ്.